യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വനജ രവീന്ദ്രൻ. ഇന്ന് ഞാൻ തട്ടുകടയിൽ നിന്നും വാങ്ങുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ? ചിക്കൻ ഫ്രൈയുടെ ചേരുവകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, തൈര്, മല്ലിപ്പൊടി, ഗരം മസാല, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 10-15 കഷ്ണം ചെറിയ ഉള്ളി ചതച്ചത്, വിനാഗിരി, വെളിച്ചെണ്ണ. ഇത്രയും ചേരുവകളാണ് ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ ചേരുവകൾ മിക്സ് ചെയ്തെടുക്കാം. ആദ്യമായി ഉള്ളി ചതച്ചത് ബൗളിലേക്ക് ചേർക്കാം. 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 2.5 സ്പൂൺ ചേർക്കാം. അതാവുമ്പോൾ ചിക്കന് നല്ല കളർ കിട്ടും. ഇനി മല്ലിപ്പൊടി നമുക്കതിൽ ചേർക്കാം. ചെറിയ സ്പൂണായതുകൊണ്ട് ഞാൻ 1 സ്പൂണും ശകലം കൂടെ ചേർക്കണം. നിങ്ങൾ വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. ഇറച്ചിക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് പാകത്തിന് ചേർക്കാം. ഗരം മസാല ചെറിയ സ്പൂണായതുകൊണ്ട് ഞാൻ 1.5 സ്പൂൺ ചേർക്കുന്നു. വലുതാണെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. ഇറച്ചിക്ക് എല്ലാം പെരിഞ്ചീരകപ്പൊടിയാണ് മണവും രുചിയും കിട്ടുന്നത്. അതുകൊണ്ട് വലിയ സ്പൂണിന് 2 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇതിൽ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വലിയ സ്പൂണിന് 2 സ്പൂൺ കോൺഫ്ലവറാണ് ഉപയോഗിക്കാൻ. ഞാനിവിടെ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കോൺഫ്ലവർ ആയിരുന്നാലും അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ഒരുപാട് പുളിയില്ലാത്ത 2 സ്പൂണ് തൈര് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് 1 സ്പൂൺ വിനാഗിരിയോ പകുതി നാരങ്ങ നീരോ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിനോടൊപ്പം ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. ഞാൻ വെളിച്ചെണ്ണ ചേർക്കേണ്ട വീഡിയോ എടുത്തിട്ടില്ല. എരിവ് കുറവായി തോന്നിയതുകൊണ്ട് അല്പം മുളക് പൊടിയും കൂടെ ഞാൻ ഇതിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം 1 സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മസാലക്കൂട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഓരോ കഷ്ണം ഇറച്ചിയെടുത്ത് അതിനകത്ത് നന്നായിട്ട് മസാലക്കൂട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ ഇറച്ചിയിൽ വരിഞ്ഞ ഭാഗത്തേക്ക് നന്നായിട്ട് മസാല കയറത്തക്കവണ്ണം തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തോ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. 1 മണിക്കൂറിന് ശേഷം ഇറച്ചി വറുത്തു കോരാൻ ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷമുള്ള ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം, എങ്ങനെ ഇരിക്കുന്നെന്നും നോക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് വറുത്തു കോരാം. ഇവിടെ ചട്ടിയെല്ലാം ചൂടായിട്ടുണ്ട്. ഗോൾഡിൻ്റെ റിഫൈൻ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. എണ്ണ ഒഴിക്കുന്ന സമയത്ത് ചിക്കൻ അരഭാവമെങ്കിലും മുങ്ങി നിൽക്കത്തക്ക വണ്ണം എണ്ണ ഒഴിക്കണം.
എണ്ണ ചൂടാകുമ്പോൾ ഒരു കൊത്ത് കറിവേപ്പില ഇടണം. അതിനുശേഷം ചിക്കൻ ഓരോന്നായി ഇട്ട് വറുത്ത് പോരാം. ആദ്യമായിട്ട് ഞാൻ ചിക്കൻ്റെ ലെഗ് പീസാണ് എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത്. ഇടുന്നതിന് മുമ്പേ മസാല ഒന്നും കൂടി അതിൻ്റെ പുറത്തൊക്കെ തേച്ചതിന് ശേഷമാണ് എണ്ണയിലേക്ക് ഇടാൻ. ലെഗ് പീസിനൊപ്പം 2 ചെറിയ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുന്നതിന് മുമ്പ് എണ്ണ തിളയ്ക്കാനായി ഹൈ ഫ്ലെയിമിൽ ഇടാം. ചിക്കൻ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ വറുക്കുമ്പോൾ എപ്പോഴും അടപ്പ് വെച്ച് അടച്ച് വേവിക്കുക. ചിക്കൻ നല്ല കളർ കിട്ടും. തുറന്നു വെച്ചാൽ കറുത്ത കളറേ കിട്ടുള്ളൂ. ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും പാകത്തിന് വെന്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിനെ കോരിയെടുക്കാം. നമ്മുടെ ലെഗ് പീസ് കണ്ട നല്ല കളറോടുകൂടി വെന്ത് മൊരിഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇതുപോലെ മറ്റ് ചിക്കൻ കഷ്ണങ്ങളും ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ ഏകദേശം എല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. ചിക്കനിൽ പുരട്ടിയ മസാല ബാക്കി ഇരിപ്പുണ്ട്. ബാക്കി ചിക്കൻ്റെ മസാലയിലേക്ക് അതിലേക്ക് വറ്റൽമുളക്, പട്ട, പെരിഞ്ചീരകം ഒന്ന് വറുത്ത് പൊടിച്ച് അതിലേക്ക് ചേർക്കാം. പൊടിക്കുമ്പോൾ വറ്റൽമുളകിൻ്റെ അരി പൊട്ടിപ്പോകരുത്. ഇതൊന്നും വലുതായിട്ട് പൊടിക്കണമെന്നില്ല. ഒന്ന് അടിച്ചെടുത്ത് ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇടാം. മിക്സ് ചെയ്ത മസാല മിച്ചം വന്ന ഇറച്ചി പൊരിച്ച എണ്ണയിലേക്ക് ഇടാം. തീ കുറച്ച് വെച്ച് മസാല കരിയാതെ മുരിഞ്ഞ് ചുവപ്പ് നിറമാകുമ്പോൾ കോരിയെടുക്കാം. തട്ടുകടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ചിക്കൻ ഫ്രൈയുടെ മുകളിൽ മുരിഞ്ഞ മസാല ഇടുന്നത് ഇങ്ങനെയാണ്. വറ്റൽമുളകും പട്ടയും പെരിഞ്ചീരവും ഒന്ന് ചതച്ചിടുമ്പോൾ അത് നമുക്ക് കടിക്കാൻ നല്ല രുചിയും കിട്ടും, മണവും കിട്ടും. ഈ ചിക്കൻ മസാല നേരത്തെ പൊരിച്ച് വെച്ച ഇറച്ചിയുടെ മുകളിലേക്ക് ഇടാം. എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ചിക്കൻ ഫ്രൈ എല്ലാവരുടെ വീട്ടിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗാർണിഷ് ചെയ്യുന്ന നേരം സവാള, ക്യാരറ്റ്, ക്യാബേജ് നൈസായി നീളത്തിലരിഞ്ഞതിൽ അല്പം വിനാഗിരിയോ നാരങ്ങ നീരോ ചേർത്ത് അല്പം ഉപ്പും കൂടി പാകത്തിനിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ ഫ്രൈയുടെ മുകളിലായി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സവാള മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.